ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായി അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് പങ്കെടുക്കാം എന്നുകൂടി അദ്ദേഹം പരാമർശിക്കേണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ശബരിമലയിൽ പ്രവേശിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് ബിന്ദു അമ്മണിയുടെ തുറന്ന കത്തും. വെറുതെ ഒരു ആവശ്യമായിട്ട് രംഗത്ത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിന്ദു അമ്മണിയുടെ പുറകിൽ CPM-ന്റെ കൈകളുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം മറയാക്കി ബിന്ദു അമ്മണിയെ പോലുള്ള മത വിശ്വാസത്തില് എതിരായിട്ട് നിൽക്കുന്ന, അയ്യപ്പ വിശ്വാസത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾക്ക്, ആചാരങ്ങളെ ചവിട്ടിമെതിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ CPM നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അയ്യപ്പ സംഗമം. അപ്പൊ ബിന്ദു അമ്മണി മാത്രമല്ല, ഇനി നാളെ ബിന്ദു അമ്മണിയെ പോലെ ഈ ശബരിമല സന്നിധാനത്ത് കയറാൻ വേണ്ടി തയ്യാറായിട്ട് അന്ന് വന്ന പല ആൾക്കാരുണ്ടാവും. തൃപ്തി ദേശായിയെ പോലുള്ളവരോ അല്ലെങ്കിൽ കനകദുർഗയെ പോലുള്ളവരോ അതുപോലുള്ള ആൾക്കാരൊക്കെ ഈ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ CPM നടത്തുന്ന ഒരു ശ്രമമായിട്ട് വേണം അതിനെ കാണാൻ. അപ്പൊ അതുകൊണ്ട് ബിന്ദു അമ്മണി ഇത്തരത്തിലുള്ളൊരു ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് വെറുതെയാണ്, അല്ലെങ്കിൽ ബിന്ദു അമ്മണിയുടെ വ്യക്തിപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ പുറകിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ട്. ശബരിമല ആ സന്നിധാനത്തെ വീണ്ടും വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ശ്രീ RV ബാബു, താങ്കൾ ഓർക്കുന്നുണ്ടാവും, ഈ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ പിന്തുണയോടെ ഒരു പ്രക്ഷോഭം എന്ന പേരിൽ ഡൽഹിയിൽ ഒരു നീക്കം നടക്കുകയുണ്ടായി കുറച്ചു കാലം മുമ്പ്. കർഷകർ എന്ന വ്യാജേന അവരെന്ന് ചമഞ്ഞ് ആ സമരത്തിന് പോലും, അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന് പോലും പിന്തുണയുമായി ബിന്ദു അമ്മണി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ആർക്കൊക്കെ ഒപ്പമാണ് ഇവർ നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായും ഇത്തരം ആളുകൾ, ഖാലിസ്ഥാൻ ഭീകരവാദികൾ, അർബൻ നക്സലുകൾ, ഇതേപോലുള്ള ആളുകളുടെ പിന്തുണയോടും അവരുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിനെ വിഘടിപ്പിക്കുക, ഹൈന്ദവ സമൂഹത്തിനെ ദുർബലമാക്കുക, ശിഥിലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അപ്പൊ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ സാംസ്കാരിക മാനബിന്ദുക്കളെയും അവരുടെ ആചാരങ്ങളെയും അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന എല്ലാവിധ മാനബിന്ദുക്കളെയും തകർക്കുക, തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനാനുവാദം ഇതിനുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പൊ ബിന്ദു അമ്മണിയുടെ ഈ തീരുമാനത്തോട്, ഈ നിലപാടിനോട് CPM-ന്റെ അഭിപ്രായം എന്താണ്? ബിന്ദു അമ്മണിയുടെ ഈ നിലപാടിനോട് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്താണ്? ദേവസ്വം മന്ത്രിയുടെ നിലപാടെന്താണ്? പിണറായി വിജയൻ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോ അയ്യപ്പ സംഗമം നിരീശ്വരവാദികളുടെ ഒരു വിഹാരഭൂമിയാക്കി ശബരിമല സന്നിധാനത്തെയും ശബരിമല ക്ഷേത്രത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ടാക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതിനെ ആ നിലയ്ക്ക് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്, ഭക്തജനങ്ങൾ ജാഗരൂകരായിട്ടിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്.